വൃന്ദേ, അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ വൃന്ദയോടും ഫ്രണ്ട്സിനോടും സഹായം ചോദിച്ച് ആരവ് സമീപിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇല്ല എന്നാണ് അപ്പോ താൻ മറുപടി തന്നത്. ആ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. വൃന്ദയും കൂട്ടുകാരും ആരവിനെ സഹായിക്കുന്നുണ്ടോ? ഞാനും എന്റെ ഫ്രണ്ട്സും എന്തിനൊരു കൊലയാളിയെ സഹായിക്കണം? ഒരു കുറ്റവാളിക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് കുറ്റകൃത്യമാണെന്ന് അറിയാത്തവരൊന്നും അല്ല ഞാനും എന്റെ ഫ്രണ്ട്സും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ആരവെന്ന പ്രതിയുമായിട്ട് എനിക്കും എന്റെ ഫ്രണ്ട്സിനോ ഒരു ബന്ധവുമില്ല. ഞങ്ങൾ പിന്നീട് അയാളെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെയാണല്ലേ? യെസ് സർ, എന്റെ കുട്ടികൾ ഇവിടെ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് എന്റെ കാഴ്ചയിലൂടെയാണ്. സാറ് സംശയിക്കുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അറിയാതിരിക്കില്ല. ഇത് സാറിന്റെ അനാവശ്യ സംശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോലീസിന്റെ അനാവശ്യ സംശയങ്ങളെ പലരും കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ ചില അനാവശ്യമായ സംശയങ്ങൾ പ്രമാദമായ പല കേസുകളും തെളിയിച്ചിട്ടുണ്ട്. അതും മേഡം മറക്കരുത്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ സർ? അംബിക നിങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയല്ലെന്നല്ലേ പറഞ്ഞത്? അംബിക ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയാണ്. സാറ് പറയുന്ന അംബിക അല്ല ആ അംബിക. ആരാണ് നിങ്ങളുടെ ആ ഫ്രണ്ട്? ആരതി. ആരതി? ആരാണ് ഈ ആരതി? അവരെന്ത് ചെയ്യുന്നു? എവിടെ താമസിക്കുന്നു? അവള് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് PG-യിലാ താമസിക്കുന്നത്. അവിടെ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് കരുതി എന്റെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും മാറി എന്ന് ധരിക്കണ്ട. ആ സംശയം മാറണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആരതിയെ എന്റെ മുമ്പിൽ ഹാജരാക്കണം. അല്ലെങ്കിൽ എന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് വൃന്ദയ്ക്കോ ഫ്രണ്ട്സിനോ മാറി നിൽക്കാനാവില്ല. ഇപ്പോ വൃന്ദ, നാളെ തന്റെ ഫ്രണ്ട്സിനെയും എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങളെല്ലാവരും ഈ കേസിന്റെ ഫ്രെയിമിൽ എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മറക്കരുത്. ഓട്ടമാൻ നടക്കണോ? സർ. എന്താ വൃന്ദേ, എന്താ മോളെ, എന്തിനാ മോൾ കരയുന്ന? പോലീസുകാരങ്ങനെയാണ്. അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ അവർ തീർക്കാൻ ശ്രമിക്കും. പോലീസ് ചോദ്യം ചെയ്യുന്നവരെല്ലാം കുറ്റം ചെയ്തവരാകണമെന്നില്ലല്ലോ. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. മോളെ കരയാതെ. മോളും ഫ്രണ്ട്സും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്യാത്തവർ ഒന്നിനെയും പേടിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. കരയാതെ. ACP നമ്മളെ സംശയമുണ്ടോ? ഇതിനു വേണ്ടിയാണോ ACP നിന്നെ കാണാൻ ഇവിടെ വന്നത്? ACP ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. ACP-യിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല. അയാളെ നിങ്ങളെ കുഴപ്പത്തിലാക്കാനാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ അത് അവഗണിച്ചു. ഇപ്പോ സത്യമായില്ലേ? ഞാൻ കാരണം നിങ്ങളെല്ലാരും ഇപ്പൊ സംശയത്തിന്റെ നിഴലായി. നീയുമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ACP-ക്ക് കഴിയില്ല. പിന്നെ എങ്ങനെയാ ഞങ്ങൾ പ്രശ്നത്തിലാവുന്നേ? അങ്ങനെ ഒരു കണക്ഷൻ ഇവനുമായിട്ട് നമുക്കുണ്ടെന്ന് ഒരിക്കലും നമ്മൾ ACP-ക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ACP ചോദ്യം ചെയ്തപ്പോ നീ അയാൾക്ക് സംശയം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞോ?
എന്റെ മനസ്സിൽ നിന്ന് ഇവനെ കുറിച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് ACP പ്രതീക്ഷിക്കേ വേണ്ട. ശാന്തി ഭവനിലെ അംബിക ആന്റിയെ നമ്മൾ കാണാൻ പോയ കാര്യം ഈ ACP എങ്ങനെ അറിഞ്ഞു? രുദ്രൻ അറിയിച്ചിട്ടുണ്ടാവും. അവിടെ പോകേണ്ടി വന്നതാ ഇപ്പൊ പ്രശ്നമായത്. പോകരുതെന്ന് അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ, അന്ന് നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ല. അവിടെ പോയതുകൊണ്ട് എന്താ ഇപ്പൊ കുഴപ്പം? നമ്മൾ അന്വേഷിച്ചു പോയ അംബികാന്റി അല്ല അവരെന്ന് ഇവളെ ACPയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഗബ്രിയേൽ സാറിനോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ പോയതും ഇവൻ മകനാണെന്ന് അംബിക ആന്റി പറയുന്നതുമാണ് പ്രശ്നം. നീ ഫ്രണ്ടിന്റെ പേരെന്തിനാ പറഞ്ഞേ? നമ്മളിനി ആരതി എന്ന ഫ്രണ്ടിനെ ACPയുടെ മുമ്പിൽ ഹാജരാക്കണ്ടേ? ആ സമയത്ത് ഫ്രണ്ടിന്റെ പേര് പറയാതെ രക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാ ഗബ്രിയേൽ സാറിനോട് പറഞ്ഞ പേര് തന്നെ ACPയോട് ഞാൻ പറഞ്ഞത്. ഫേക്ക് ആയിട്ട് ഒരാളെ ആരതിയാന്ന് പറഞ്ഞ് നമുക്ക് ACPയുടെ മുന്നിൽ ഹാജരാക്കാനാവില്ല. അതിന് പിന്നാലെ അന്വേഷണം വരും. ഇതിലിപ്പോ എന്താ ഒരു സൊല്യൂഷൻ? ഗബ്രിയേൽ സാറും നമ്മുടെ ഫ്രണ്ടിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുരുക്ക് മുറുകാണല്ലോ. നിസ്സാരപ്പെട്ട വ്യക്തികളോടല്ല നമ്മുടെ കളി. ACP നമ്മളെല്ലാം ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് തോന്നുന്നു. വൃന്ദയോട് ചോദിച്ച പോലെ എന്നോട് വല്ലതും ചോദിച്ചാ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഞാൻ പെട്ടുപോകും. എന്താ ഇപ്പൊ ചെയ്യാ? ഞാൻ നിങ്ങൾക്കൊപ്പം കൂടിയ നാളോട്ട് നിങ്ങൾക്കെല്ലാം പ്രശ്നമാ. എനിക്കറിയാം, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഞാനാണല്ലോ കാരണം. അതുകൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. നീ എങ്ങനെ സഹായിക്കാനാ? ഞാൻ ഇവിടെ വിട്ടു പോയി പോലീസിന് പിടികൊടുക്കാം. നോ ആരവ്, നോ, നീ ഒരിക്കലും അത് ചെയ്യരുത്. നിന്നെ ഞങ്ങൾ പോലീസിന് വിട്ടുകൊടുക്കില്ല. നീ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ നിന്നെ രക്ഷപ്പെടുത്തണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞങ്ങള്. അപ്പോഴാണോ നീ പോലീസിന് പിടികൊടുക്കാൻ തയ്യാറാവുന്നേ? ആരവ്, ഞങ്ങൾ കാരണമാണ് നീ ഒരു കുറ്റം ചെയ്തത്. നിനക്ക് അറിയാതെ സംഭവിച്ചൊരു കയ്യബദ്ധം, അതിൽ നിന്ന് ഞങ്ങൾ നിന്നെ രക്ഷിക്കും. സംശയത്തിന്റെ പേര് ACP ഇവിടെ കയറി റെയ്ഡ് നടത്തുവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ റീന മാമിന്റെ സഹായം നമുക്കുണ്ടാവും. റീന മാം നമ്മുടെ കൂടെയാ. ഈ പ്രതിസന്ധി നമ്മൾ മറികടക്കും.